നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ വാട്സാപ്പ് ചാറ്റുകൾ അവരുടെ സമ്മതത്തോടെ നിങ്ങളുടെ ഫോണിൽ കാണണം. ഇതിനായി വാട്സാപ്പ് തന്നെ നൽകുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരേ സമയം ഒരു വാട്സാപ്പ് അക്കൗണ്ട് 2 ഫോണുകളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനാകും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വാട്സാപ്പ് അക്കൗണ്ട് ഒരേ സമയം 2 ഫോണുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഫോണിലേക്കാണോ വാട്സാപ്പ് പുതുതായി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ഫോൺ എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഈ ഒരു പേജ് ഓപ്പൺ ആകും. ആദ്യം അലോ വാട്സാപ്പ് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ എന്ന പോപ്പപ്പ് മെസ്സേജിൽ അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ സാധാരണ ഒരു വാട്സാപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ഫോൺ നമ്പർ കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഫോൺ നമ്പർ കൊടുക്കുന്നതിന് പകരം മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ലിങ്ക് ഹാസ് കമ്പാനിയൻ ഡിവൈസ് എന്ന ഈ ഒരു ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു QR കോഡ് വരും. ഇനി ഈ ഫോൺ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വാട്സാപ്പ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോൺ എടുക്കുക. അതിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ മുകളിൽ വലത് വശത്ത് കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അതല്ല ഐഫോൺ ആണെങ്കിൽ താഴെ കാണുന്ന സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ ലിങ്ക്ഡ് ഡിവൈസസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ലിങ്ക്ഡ് ഡിവൈസസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആകും. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ലിങ്ക് ഡിവൈസ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഫോണിലെ ലോക്ക് ചോദിക്കും, അത് അൺലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോണിൽ സ്കാൻ ക്യാമറ ഓപ്പൺ ആകും. ഇനി നിങ്ങളുടെ പുതിയ ഫോണിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കും. ഇനി നിങ്ങളുടെ പുതിയ ഫോൺ എടുത്തു നോക്കിയാൽ അതിൽ വാട്സാപ്പ് ലോഗിൻ ആയത് കാണാനാകും. ഇനി നിങ്ങൾക്ക് 2 ഫോണിൽ നിന്നും മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. വാട്സാപ്പിൻ്റെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് 4 ഡിവൈസുകളിൽ വരെ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാനാകും. ഇനി ലിങ്ക് ചെയ്ത ഡിവൈസ് ഒഴിവാക്കണമെങ്കിൽ പ്രധാനമായും 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ മെയിൻ ഫോണിലുള്ള വാട്സാപ്പ് ഉപയോഗിച്ചും മറ്റൊന്ന് രണ്ടാമത് ലോഗിൻ ചെയ്ത വാട്സാപ്പ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. മെയിൻ ഫോണിലെ വാട്സാപ്പ് ഉപയോഗിച്ചാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ മുകളിലുള്ള 3 ഡോട്ടിലും ഐഫോൺ ആണെങ്കിൽ സെറ്റിംഗ്സ് എന്നതിലും ടാപ്പ് ചെയ്യുക. എന്നിട്ട് ലിങ്ക്ഡ് ഡിവൈസസ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഡിവൈസുകളുടെ ലിസ്റ്റ് കാണാം. അതിൽ ഒഴിവാക്കേണ്ട ഡിവൈസിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ലോഗ് ഔട്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി രണ്ടാമത് ലോഗിൻ ചെയ്ത വാട്സാപ്പ് ഉപയോഗിച്ചാണെങ്കിൽ മുകളിലെ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ലോഗ് ഔട്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ 2 രീതിയിലൂടെയും ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.